Okay, our next topic is simple poles on the real axis. That is integral minus infinity to infinity f of x dx. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലത്തിനോട് സിമിലർ ആയിട്ട് വരുന്ന ഒരു കേസ് തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത കേസിലല്ല, നമ്മൾ ഇതുപോലെ ഒരു സെമി സർക്കിൾ, ഒരു അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്ന സിംഗുലർ പോയിന്റ്സിന്റെ മാത്രമാണ് റെസിഡ്യൂ കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിയൽ ആക്സിസ്, ഈ ആക്സിസിലും ചിലപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിംഗുലർ പോയിന്റ്സ് ഇടും. അതായത് ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു 1 എന്നോ ഇസഡ് ഈക്വൽ ടു -i എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ റിയൽ ആക്സിസിൽ വരുന്ന സിംഗുലർ പോയിന്റ്സ് ആണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നുകൂടെ പറയാം, നേരത്തെ പറഞ്ഞ കേസിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ അപ്പർ ഹാഫ് പ്ലെയിനിലോ അല്ലെങ്കിൽ ഈ ഇമാജിനറി ലൈനിലോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരുന്നു നമുക്ക് സിംഗുലർ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടിടത്ത് വന്നാലും നമ്മൾ ഈ അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്ന പോർഷൻസിലുള്ള സിംഗുലർ പോയിന്റിന്റെ റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സം ചെയ്തിട്ടാണ് ഇന്റഗ്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കേസിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ റിയൽ ആക്സിസിൽ, ഇമാജിനറി ആക്സിസ് മാത്രമല്ല, ചിലപ്പോൾ റിയൽ ആക്സിസിലും കറസ്പോണ്ടിങ് ആയിട്ട് സിംഗുലർ പോയിന്റ് വരും. ആ കേസിൽ രണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടായിട്ടെന്ന് പറയുന്നത് അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്ന സിംഗുലർ പോയിന്റ്സിന്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സം ഓഫ് എഫ് ഓഫ് ഇസഡ് ഈ ഫസ്റ്റത്തെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ഈ റിയൽ ആക്സിസിൽ വരുന്ന, ഈ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് റിയൽ ആക്സിസിൽ ഉള്ളതാണ് വേണ്ടത്. റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ്സ് ഇസഡ് ഈക്വൽ ടു -1 -i -1 ആണ്. ഈ റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ റിയൽ ആക്സിസിന്റെ വാല്യൂ, റിയൽ ആക്സിസിൽ വരുന്ന സിംഗുലർ പോയിന്റ്സിന്റെ റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് πi വെച്ചിട്ടാണ്. അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്ന പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 2πi വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇന്റഗ്രലിന്റെ റിസൾട്ട് കിട്ടുക. ഓക്കെ, ഐഡിയ കിട്ടിയാൽ മതി, ബാക്കി പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആവുക. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം പറയാം. ഇന്റഗ്രൽ -∞ to ∞ 1/x² - 3x + 2 ഇൻറ്റു x² + 1 dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനെ നേരെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ ഓവർ c 1/z² - 3z + 2 ഇൻറ്റു z² + 1 dz. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗുലർ പോയിന്റ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷമാണ് അത് റിയൽ ആക്സിസിലുള്ള പോയിന്റ് ആണോ അതോ ഈ അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്ന പോയിന്റ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഓരോ ഫോമുലയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ദി സിംഗുലർ പോയിന്റ്സ്, ദാറ്റ് ഈസ് z² - 3z + 2 ഇൻറ്റു z² + 1 equal to 0. So ഈ ഫസ്റ്റത്തെ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് z - 1 ഇൻറ്റു z - 2 into z² + 1 equal to 0. So the points are z equal to 1 to, ഇവിടെ z² equal to -1, so z equal to plus or minus i. Okay, ഈ പോയിന്റ്സ് എവിടെ വരണേന്നൊന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. z equal to 1, z equal to 1 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന പോയിന്റ് ആണ്. z equal to 1. അതുപോലെ z equal to 2 എന്ന് പറയുമ്പോൾ അതും റിയൽ ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിൽ വരുന്ന പോയിന്റ് ആണ്. z equal to 2. ദെൻ z equal to i, z equal to i എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് വരും. അതുപോലെ z equal to -i എന്ന് പറയുന്നത് ലോവർ ഹാഫ് പ്ലെയിനിൽ വരുന്ന പോയിന്റ് ആണ്. അപ്പോൾ ലോവർ ഹാഫ് പ്ലെയിനിൽ വരുന്ന പോയിന്റിന് നമുക്ക് ചൂസ് ചെയ്യേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള ഈ 3 പോയിന്റ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ചൂസ് ചെയ്തിട്ട് ഈ z equal to 1 ഉം 2 ഉം റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z equal to i എന്നുള്ള പോയിന്റിലെ റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. സോ ദി വാല്യൂ ഇന്റഗ്രൽ -∞ to ∞ 1/x² - 3x + 2 into x² + 1 dx. This will be equal to 2πi into sum of residue of f of z plus πi into sum of residue of f of z. ഏതൊക്കെ വരും? 2πi into ഏത് പോയിന്റിലെ റെസിഡ്യൂ ആണ് ഇവിടെ വരുന്നത്? z equal to i f of z പ്ലസ് πi into, ഈ കേസിൽ രണ്ട് റെസിഡ്യൂ വരുന്നുണ്ട്. റെസിഡ്യൂ ആയിട്ട് z equal to 1 of f of z ഉം
പ്ലസ് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 2 ഓഫ് എഫ് ഓഫ് ഇസഡ്. ഇങ്ങനെ രണ്ട് കേസാണ് പറഞ്ഞത്. നമ്മൾ ഈ റെസിഡ്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ദി വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും സിമ്പിൾ പോൾസ് ആണ്. ഇസഡ് ഈക്വൽ ടു ഐയും 1ഉം 2ഉം എല്ലാം സിമ്പിൾ പോൾസ് ആണ്. അപ്പൊ ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സിമ്പിൾ പോളാണ്, നമുക്ക് ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ്. ഈ ഒരു പ്രോബ്ലം ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ എളുപ്പമായിട്ട് വരിക. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ. ഇതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് റൂട്ട്സ് കിട്ടിയതാണ്. ഇസഡ് ഈക്വൽ ടു 1 2 +1 +i ആൻഡ് -i. അപ്പൊ ഈ ടേമിൽ നമുക്ക് ഇതുപോലെ ഫാക്ടറൈസ് ആയിട്ട് എഴുതാം. z-1 z-2 z-i ഇൻറ്റു z പ്ലസ് ഐ എന്ന് കൊടുക്കുക. അപ്പൊ അത് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് z ടെൻഡിങ് ടു i z മൈനസ് ഐ ഇൻറ്റു 1 z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 z മൈനസ് ഐ ഇൻറ്റു z പ്ലസ് ഐ. ഇവിടുത്തെ z മൈനസ് ഐയും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന ടേംസ് എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻഡിങ് ടു i 1 z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 ഇൻറ്റു z പ്ലസ് ഐ. ഈ z വന്നിടത്തെല്ലാം ഇനി i എന്നുള്ള വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ലിമിറ്റ് z ടെൻഡിങ് ടു i. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം ഈ ഇസഡ് സ്ക്വയർ പ്ലസ് 3i എന്നുള്ളതിന് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ഫാക്ടറിനെ കളയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇസഡ് ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ ഇവിടെ i മൈനസ് ഐ ആ ടേം ഡിനോമിനേറ്റർ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ആ ഒരു ടേമിനെ നമുക്ക് വേണ്ടാത്ത ആൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമ്മൾ എടുക്കുന്ന ഈ ന്യൂമറേറ്ററിൽ വരാത്ത ഫാക്ടർ വെച്ചിട്ടുള്ള ബാക്കി അതിനുള്ളതിനെ ഓപ്പൺ ചെയ്യേണ്ട. ഞാൻ ഇസഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2 എന്ന് തന്നെ ഇടുന്നത്. ബാക്കി ഇതിന് ഈ സെക്കൻഡ് ഫാക്ടറിനെ മാത്രം ഇവിടെ ഓപ്പൺ ചെയ്താൽ മതി. അതായിരിക്കും എളുപ്പം. സോ ഇസഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2, ഇവിടെയും ഇസഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2. ഓക്കെ, പിന്നെ ഇസഡ് വന്നിടത്തെല്ലാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇസഡ് വന്നിടത്തെല്ലാം ഐ കൊടുക്കുക. സോ 1/i സ്ക്വയർ മൈനസ് 3i പ്ലസ് 2 ഇൻറ്റു i പ്ലസ് ഐ. സോ വിൽ ഗെറ്റ് -1 മൈനസ് 3i പ്ലസ് 2 into 2i. So this will be 1/-1 plus 2 എന്ന് പറയുമ്പോൾ 1 minus 3i into 2i. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ ഡിനോമിനേറ്ററിലാണ് i എന്നുള്ള ടേം വന്നിട്ടുള്ളത്. എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ i എന്നുള്ള ടേമിനെ ഇമാജിനറി പാർട്ടിൽ വന്നിരിക്കുന്നതിന് നമുക്കൊന്ന് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരണം. മൊത്തത്തിൽ കൊണ്ടുവരണ്ട, ഓൾ ഡിവൈഡഡ് ബൈ i ആണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഇമാജിനറി പാർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഈ 1/2i ഇൻറ്റു 1 മൈനസ് 3i, ഈ 1 മൈനസ് 3iയുടെ കോൺജുഗേറ്റ് വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് 1 പ്ലസ് 3i ബൈ 2i ഇൻറ്റു ഇതെന്ത് വരും? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ വി ഗെറ്റ് 1 മൈനസ് ഓഫ് 9, i സ്ക്വയറിന്റെ വാല്യൂ 9 മൈനസ് എന്ന് വരും. സോ 1 പ്ലസ് 3i ബൈ 2i ഇൻറ്റു 10. Okay, that is 1 plus 3i into 20i. ഈ ഡിനോമിനേറ്റർ i ഒറ്റയ്ക്കാണ് പറഞ്ഞെങ്കിൽ, റിയൽ പാർട്ട് ഇല്ലാണ്ട് ഇമാജിനറി പാർട്ട് മാത്രമാണ് പറഞ്ഞെങ്കിൽ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട. കാരണം ഈ i എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു 2π iയിലും ഐയിലൊക്കെ ഒരു കോമൺ ആയിട്ട് ഒരു i ഇല്ലേ, അത് നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഇതുപോലെ റിയലും ഇമാജിനറിയും കൂടി കോമ്പിനേഷൻ ആയിട്ട് വരാണെങ്കിൽ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 1 എഫ് ഓഫ് ഇസഡ്. അതെന്ന് പറയുന്നത് എന്തൊരു ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1 ഇസഡ് മൈനസ് 1 എഫ് ഓഫ് ഇസഡ്. ഇസഡ് മൈനസ് 1 വന്നിരിക്കുന്ന ഫാക്ടർ അതേതാ? ഈ ഇതിനകത്തല്ലേ ഫാക്ടർ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇസഡ് സ്ക്വയർ പ്ലസ് 1നെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അതിനെങ്ങനെ എഴുതാം? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇസഡ് സ്ക്വയർ പ്ലസ് 1നെ ഒന്നും ചെയ്യരുത്. ഓക്കെ, സോ ഈ എഫ് ഓഫ് ഇസഡ് എന്നുള്ളത് ഇപ്പൊ കിട്ടിയ വാല്യൂ റീപ്ലേസ് ചെയ്യാം. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 1
z minus 1 into 1 by z minus 1, z minus 2, z square plus 1. സോ z minus 1 z minus 1 കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്കി വന്നോടത്തെല്ലാം 1 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ 1 by 1 minus 2 into 1 plus 1, the value will be minus 1 by 2 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് z ടെൻഡിങ് ടു 2 f of z, സോറി റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ z tending to 2 f z equal to 2 f of z, that will be limit z tending to 2 z minus 2 f of z എന്ന് പറയുന്നത് ഈ സെയിം ഫാക്ടർ തന്നെ വരും. z minus 1 into z minus 2 z square plus 1. z minus 2 z minus 2 കട്ട് ചെയ്യുക. z വന്നോടത്തെല്ലാം 2 എന്ന് കൊടുക്കുക. സോ 1 by 2 minus 1 into 4 plus 1. So the value will be 1 by 5. എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അപ്പൊ നമുക്ക് റെസിഡ്യൂ എല്ലാം കിട്ടി. ഇവിടെ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 1ലും 2ലുള്ള റെസിഡ്യൂന്റെ സമ്മ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫ്രം ദി ഇക്വേഷൻ നമ്പർ 1 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 by x square minus 3x plus 2 into x square plus 1 dx. So this will be 2 pi I into ഫസ്റ്റത്തെ റെസിഡ്യൂ വാല്യൂ നമുക്ക് വന്നത് 1 plus 3i by 20i. സെക്കൻഡ് കേസിൽ പൈ ഐ ഇൻറ്റു, അവിടെയാണ് നമ്മൾ ഈ ഇപ്പൊ കിട്ടിയ രണ്ട് റെസിഡ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മൈനസ് 1 by 2 പ്ലസ് 1 by 5. സോ ദിസ് വിൽ ബി, ഇവിടെ നമുക്ക് ഐയും ഐയും ക്യാൻസൽ ചെയ്യാം. 2ഉം 20യും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 10 എന്ന് വരും. സോ പൈ ഇൻറ്റു 1 plus 3i by 10 പ്ലസ് പൈ ഐ ബൈ ഇതിനെ LCM എടുത്ത് കഴിയുമ്പോൾ മൈനസ് 3 by 10 എന്ന് വരും. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പൊ പൈ ബൈ 10 പ്ലസ് 3 പൈ ഐ ബൈ 10 മൈനസ് 3 പൈ ഐ ബൈ 10. ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആസ് പൈ ബൈ 10. സോ ദിസ് വിൽ ബി ദി വാല്യൂ. Our next problem, integral minus infinity to infinity 1 by x raised to 4 plus 3x square minus 4 dx. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z ടേം കൺസിഡർ ചെയ്യുക. ഇന്റഗ്രൽ ഓവർ c 1 by z raised to 4 plus 3z square minus 4 dz. അതിന്റെ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് z raised to 4 plus 3z square minus 4 equal to 0. സോ ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് z square plus 4 into z square plus z square minus 1 equal to 0 എന്ന് വരും. സോ z square equal to minus 4 and z square equal to 1. So the points are z square equal to plus or minus 2i and z square equal to plus or minus 1 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മളിതൊന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ് ആണ്. അതിന് z ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്നതും റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ് ആണ്. അപ്പോൾ z ഈക്വൽ ടു 2i എന്ന് പറയുന്നത് അപ്പർ ഹാഫ് പ്ലെയിൻ ആണ്. z ഈക്വൽ ടു മൈനസ് 2i എന്ന് പറയുന്നത് ലോവർ ഹാഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് വേണ്ട, ആ ഒരു സിംഗുലർ പോയിന്റ് നമുക്ക് വേണ്ട. ബാക്കി 3 പോയിന്റിലുള്ള റെസിഡ്യൂ നമ്മളിവിടെ കണ്ടുപിടിക്കണം. സോ ദി ഗിവൺ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ വാല്യൂ വിൽ ബി, നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 2 pi i ഇൻറ്റു റെസിഡ്യൂ ഓഫ് 2i എഫ് ഓഫ് z. റെസിഡ്യൂ ഓഫ് z ഈക്വൽ ടു 2i എഫ് ഓഫ് z പ്ലസ് പൈ ഐ ഇൻറ്റു റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 എഫ് ഓഫ് z പ്ലസ് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു മൈനസ് 1 എഫ് ഓഫ് z. ഈ ഓരോ റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദി വാല്യൂസ്. അപ്പോൾ ഓരോ റെസിഡ്യൂ ആയിട്ട് കണ്ടുപിടിക്കാം. So residue at z equal to 2i f of z. അതിനെങ്ങനെ കൊടുക്കാം, p of 2i by q dash of 2i. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫോമിൽ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പോളാണ്. അപ്പോൾ ഈ ഒരു ഫോമിൽ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. കാരണം ഓൾറെഡി നമുക്ക് ഈ ഡിനോമിനേറ്റർ തന്നേക്കുന്നത് ഇൻ ടേംസ് ഓഫ് അത് എക്സ്പാൻഡ് ചെയ്ത ഒരൊറ്റ ഫാക്ടർ ആയിട്ടല്ലേ തന്നേക്കുന്നത്. അപ്പോൾ p of 1 എന്ന് പറയുന്നത് ഓൾറെഡി 1 ആയിപ്പോൾ അത് സോ ഇത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ p of z എന്ന് പറയുന്നത് 1 ആണ്. q of z എന്ന് പറയുന്നത് z raised to 4 plus 3z square minus 4. So q dash of z ആണ് നമുക്ക് വേണ്ടത്. So 4z cube plus 6z എന്ന് വരും. ഇനി 1
ഇസഡ് വന്നിടത്തെല്ലാം 2i എന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ പി ഓഫ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി ഓഫ് 2i എന്ന് പറയുന്നത് 1 വരും. ദെൻ 4 ഇൻറ്റു 2i ഓൾ ക്യൂബ് പ്ലസ് 6 ഇൻറ്റു 2i. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി വാല്യൂ ആസ്, രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഒരു ഐനെ ഔട്ട് സൈഡ് എടുക്കാം. 2iനെ വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. 2iനെ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്നത് 4 ഇൻറ്റു, ഇവിടെ 2 ക്യൂബിൽ നിന്നാണ് ഒരെണ്ണം പോയത്. അപ്പോൾ 4 ഇൻറ്റു 2 സ്ക്വയർ, ദറ്റ് ഈസ് 4. 4 ഇൻറ്റു 4 i സ്ക്വയർ പ്ലസ് 6. സോ ദി വാല്യൂ വിൽ ബി 1/2i ഇൻറ്റു ഐ സ്ക്വയറിന്റെ വാല്യൂ -1. സോ -16 പ്ലസ് 6 10 എന്ന് വരും. ദറ്റ് ഈസ് -1/2i ഇൻറ്റു 10. ദറ്റ് ഈസ് -1/20i എന്ന് വരും ഫസ്റ്റത്തെ റെസിഡ്യൂ വാല്യൂ. ഇനി ഇതുപോലെ തന്നെ അടുത്ത റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 ഓഫ് f ഓഫ് z, ദറ്റ് ഈസ് വിൽ ബി p of 1/q dash of 1. So we get 1/4 plus 6. Again it will be 10. അടുത്ത വാല്യൂ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1 ഓഫ് f of z, ദറ്റ് ഈസ് p of -1/q dash of -1. So that is 1/4 into -1 cube minus 6, that is -1/10 എന്ന് വരും. ഇനി ഈ കിട്ടിയ റെസിഡ്യൂ വാല്യൂസ് എല്ലാം ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ വി ഗെറ്റ് ഇന്റഗ്രൽ -∞ to ∞ 1/x⁴ plus 3x² minus 4 into dx, which is equal to 2πi into ഫസ്റ്റത്തെ വാല്യൂ നമുക്ക് കിട്ടിയത് -20/i -20i plus pi i into ഈ രണ്ട് വാല്യൂസ് 1/10 -1/10. അപ്പോൾ ഇത് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഐയും ഐയും ക്യാൻസൽ ചെയ്യാം. 2ഉം 20യും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ -π/10 എന്ന് വരും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അടുത്ത പ്രോബ്ലം ഇതേ ഫോമാറ്റിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഇൻ്റഗ്രൽ ഓവർ സി z² - z + 2/x വന്നിടത്തെല്ലാം z ആക്കുക. z⁴ plus 10z² plus 9dz എന്നാക്കുക. ഇനി എന്ത് ചെയ്യുക? സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് z⁴ plus 10z² plus 9 equal to 0. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് z² plus 9 into z² plus 1 equal to 0 എന്ന് വരും. സോ ഇവിടെ പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? z equal to +or-3iയും z equal to +or-i. ഇപ്പോൾ നമ്മളിവിടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതാണ് z equal to i എന്നുള്ള പോയിന്റ്, ഇതാണ് z equal to 3i എന്നുള്ള പോയിന്റ്. അതിൽ z equal to -i എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ z equal to -3i എന്ന് പറയുന്നത് ലോവർ ഹാഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും ചൂസ് ചെയ്യേണ്ട. ഈ അപ്പർ ഹാഫ് പ്ലെയിനിലെ പോയിന്റ്സ് മാത്രം ചൂസ് ചെയ്ത്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലത്തിന്റെ ഒരു സിമിലർ പോർഷൻ ആണ് പറഞ്ഞത്. ഇത് റിയൽ ആക്സിസിലാണ് ഇതിന്റെ പോയിന്റ്സ്. റിയൽ ആക്സിസിൽ ഒന്നും വരുന്നില്ല, നേരെ ഹാഫ് പ്ലെയിനിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -∞ to ∞ x² - x plus 2 by x⁴ plus 10x² plus 9 dx. ഇതിനെങ്ങനെ എഴുതാം? 2πi into sum of residue of f of z. രണ്ട് പോയിന്റിലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കാം. റെസിഡ്യൂ അറ്റ് z equal to i f of z നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു p of i by q dash of i. p of i എന്ന് പറയുന്നത് ഈ ന്യൂമറേറ്ററിലെ വാല്യൂ വരും. q of z എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. അപ്പോൾ p of z എന്ന് പറയുന്നത് ഇവിടെ z² - z plus 2 എന്ന് വരും. q of z എന്ന് പറയുന്നത് z⁴ plus 10z² plus 9. That is q dash of z എന്ന് പറയുന്നത് എന്തായിരിക്കും? 4z³ plus 20z. ഓക്കെ, ഇനി i വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ വി ഗെറ്റ് i² - i plus 2/4 into i³ plus 20i. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 - i/6i എന്ന് വരും. ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രം വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്നും സിംപ്ലിഫൈ ചെയ്യേണ്ട, അത് ഇവിടുത്തെ i തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അടുത്ത റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ അറ്റ് z equal to 3i f of z. This will be p of 3i by q dash of 3i.
Z വന്നോടത്തെല്ലാം 3i വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ 3i സ്ക്വയർ മൈനസ് 3i പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3i ക്യൂബ് പ്ലസ് 20 ഇൻറ്റു 3i. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 7 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 48i എന്ന് വരും. അപ്പോൾ കിട്ടിയ രണ്ട് റെസിഡ്യൂ വാല്യൂസും ഇവിടെ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യാം. സോ ദി ഇൻ്റഗ്രൽ വാല്യൂ ഇസ് ഈക്വൽ ടു that is integral minus infinity to infinity x square minus x plus 2 by x raised to 4 plus 10x square plus 9 dx. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തുവരും 2 pi i ഇൻറ്റു ഇപ്പോൾ കിട്ടിയ രണ്ട് റെസിഡ്യൂവിൻ്റെ സം 7 പ്ലസ് 3i ബൈ 48i. ആദ്യം കിട്ടിയ വാല്യൂ 1 മൈനസ് i ബൈ 6i. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐ ഡിനോമിനേറ്റർ രണ്ടിനും കോമൺ ആയിട്ട് ഐ ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന ടേംസിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ദി ഫൈനൽ ആൻസർ വിൽ ബി 5 pi by 12. This will be the result.